നമസ്കാരം. നമ്മള് എല്ലാരെയും അലട്ടുന്ന ഒരു പ്രശ്നം ഇന്റർനെറ്റ് അഡിക്ഷൻ. അതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇന്റർനെറ്റ് അഡിക്ഷൻ, നമ്മളെല്ലാവരും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു. ഇന്റർനെറ്റ് ഇല്ലാതെ ലോകം മുന്നോട്ട് പോകാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പഠനമായാലും ജോലി ആയാലും എന്റർടൈൻമെന്റ് ആയാലും ഒക്കെ തന്നെ നമുക്ക് ഇന്റർനെറ്റ് അത്യാവശ്യമാണ്. ഒഴിച്ചുകൂടാനാകാത്ത ഒരു ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ അങ്ങനെ ഇരിക്കലും ഇന്റർനെറ്റിന് നമ്മൾ അടിമപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ എല്ലാവരും വിചാരിക്കും ആവശ്യത്തിനുള്ളതല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം നമ്മൾ ഇന്റർനെറ്റിനെ വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിലാണ് പല കാര്യങ്ങളും നടക്കുന്നത്. കുട്ടികളുടെ പഠനം അതിലാണ്, ഓഫീസ് കാര്യങ്ങൾ അതിലാണ്, സിനിമയും മ്യൂസിക്കും അതിൽ വഴിയാണ് കാണുന്നത്. എന്തിനു പറയുന്നു, ഭക്തി പോലും ഇന്റർനെറ്റിന്റെ സഹായത്തോടെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോ അതില്ലാണ്ട് നമുക്ക് സാധ്യമല്ല. പക്ഷെ ഇതിന് നമ്മൾ അടിമപ്പെട്ടോ, നമ്മളൊരു ഇന്റർനെറ്റ് അഡിക്റ്റ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം അതിന് പല പ്രശ്നങ്ങളും ഉണ്ട്. അതായത് ശാരീരികവും മാനസികവുമായ പല തലങ്ങളിൽ ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗം നമ്മളെ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ മാനസികമായിട്ട് എടുക്കുകയാണെങ്കിൽ ആൻസൈറ്റി, അല്ലെങ്കിൽ ഡിപ്രഷൻ, അതായത് വിഷാദ രോഗം, OCD എന്ന് പറയും. അതായത് നമുക്ക് ഒബ്സെസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്ന അസുഖം. അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗം മൂലം വരാറുണ്ട്. അതൊക്കെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. ഇനി ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ എടുക്കുകയാണെങ്കിൽ നിരന്തരമായ തലവേദന, ഉറക്കമില്ലായ്മ, പെടലിയുടെ ഭാഗത്തെ നട്ടെല്ലിന്റെ പ്രശ്നം, അതുപോലെ തന്നെ കൈയുടെ വേദന, കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന കൈയുടെ ഈ ഭാഗത്ത് ഉണ്ടാകുന്ന പിരിപ്പ്, വേദന, ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും. അപ്പൊ ഇത്തരത്തിലെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠന വിധേയമാക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം മദ്യവും കഞ്ചാവും മറ്റു ലഹരി വസ്തുക്കളും എവിടെയാണോ ബ്രെയിനിൽ പ്രവർത്തിക്കുന്നത്, തലച്ചോറിന്റെ ഏത് ഭാഗത്താണോ പ്രവർത്തിക്കുന്നത്, അവിടെ തന്നെയാണ് ഇന്റർനെറ്റിന്റെ അഡിക്ഷനും പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് ഫങ്ഷണൽ MRI എന്ന് പറയുന്ന ഒരു പ്രത്യേക ടെസ്റ്റ് വഴി കണ്ടെത്താൻ സാധിക്കും. ഈ ഭാഗത്ത് തന്നെയാണ് ഇന്റർനെറ്റിന്റെ അമിത ഉപയോഗവും ബാധിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ തന്നെയാണ് അതിന്റെ അനന്തര ഫലങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇന്റർനെറ്റ് അഡിക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്.